ഇറച്ചി മപ്പാസും ഇറച്ചി പെരളനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താ? പറയാം. ഇറച്ചി മപ്പാസ് എന്ന് പറഞ്ഞാൽ ഇറച്ചി 2ഉം 3ഉം 1ഉം തേങ്ങാപ്പാൽ അതിന് യൂസ് ചെയ്യും. 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല്. അതായത് വേവിക്കുന്ന ടൈമുകളിൽ ഇതൊക്കെ ചേർക്കും. പെരളനല്ലേ വേറെ ഡിഫറെന്റ് ചോദിച്ചാൽ. പെരളൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറച്ചിയെല്ലാം മസാലയിൽ വേവിക്കും. വേവിച്ചതിന് ശേഷം ഇച്ചിരി ലിക്വിഡ് ഫോമിലുള്ള തേങ്ങാപ്പാൽ അതിൽ ചേർത്ത് തിളച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്യും. അപ്പോൾ ഒരു കുറുകിയ രീതിയിലിരിക്കും. മറ്റത് കുറച്ചുകൂടെ നേർത്തിരിക്കും. തന്നെയല്ല തേങ്ങാപ്പാലിൽ പകുതി വേവ് കഴിയുമ്പോൾ തേങ്ങാപ്പാലിലിട്ട് വേവിക്കുകയും ചെയ്യണം. അപ്പൊ അതാണ് അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. അരപ്പുകളെല്ലാം സെയിമാ കേട്ടോ, മസാലക്കൂട്ടുകളെല്ലാം സെയിമാ. തേങ്ങാപ്പാലിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മൾ ചെയ്യണ മെതേഡാന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ള മെതേഡ്. ഏതാണ് കേമൻ രണ്ടിലും? മപ്പാസിന് അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ട്, പെരളന് അതിൻ്റെതായ ടേസ്റ്റും ഉണ്ട്. പെരളൻ ഇച്ചിരി പെരണ്ടിരിക്കും, അതാണ് പെരളൻ എന്ന് പറയണത്. മപ്പാസ് ഇച്ചിരി നേർത്തിരിക്കും, കൂടുതൽ ചാറുണ്ടാവും. പണ്ടത്തെ കാലത്തെ വളരെ പണ്ട് എൻ്റെ ചെറുപ്പത്തിലൊന്നും നമ്മുടെ ഏരിയയിലും തെക്കോട്ടൊന്നും ഉണ്ട് സ്റ്റൂ ഇല്ല. പകരം മപ്പാസ അപ്പത്തിനും പിന്നെ ഇതിനെ പിടിക്കും, പുളിച്ചപ്പത്തിനും അങ്ങനെ എല്ലാത്തിനും മപ്പാസ. പിന്നെയാണ് ഈ സ്റ്റൂ നമ്മുടെ ഇങ്ങോട്ട് ഇറങ്ങിയത്. അതായത് തെക്കന്ന് കുറച്ച് പേര് വന്ന് നമ്മുടെ ഇവിടത്തേക്ക് സ്റ്റൂ പ്രാബല്യത്തിന് കൊണ്ടുവന്നു. അപ്പൊ ഇവിടുന്ന് തെക്കോട്ട് പോണവര് അവിടെ പെരളനും ഉണ്ടാകും. അതാണ് ആ വ്യത്യാസം. തമ്മിലുള്ള വ്യത്യാസം പിടികിട്ടി. ഇന്നലെ ഞാനൊരു ചടങ്ങിന് എൻ്റെ അമ്മായിയുടെ വീട്ടിൽ പോയപ്പോ, ഇന്നലെ ഞാൻ പോയിട്ടുണ്ട്, അതായത് 28-ാം തീയതി, ഡിസംബർ 28. അവിടെ ചെന്നപ്പോ അവിടുത്തെ വത്സേച്ചിയുടെ ഒരു ബന്ധു എന്നോട് ചോദിച്ചു, ഈ ബീഫ് പിരളനൊന്നും ഉണ്ടാക്കാവോന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഉണ്ടാക്കിയിട്ടുണ്ട്, ഉണ്ടാക്കണ മെതേഡെല്ലാം അതിനുണ്ട്, പ്ലേ ലിസ്റ്റ് എടുത്തേച്ച് നോൺ വെജ് ആയിട്ട് എടുത്താൽ കിട്ടുമെന്ന് പറഞ്ഞു. വളരെ സന്തോഷമെന്ന് പറഞ്ഞു. ഞങ്ങളത് ഉണ്ടാക്കി ഒക്കണില്ല, വടക്കരുടെ കറിയാന്നത്. അവര് തെക്കല്ലേ, ആറുമാനൂരാ. അവര് പറയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളുടെ കുത്തകയാ സ്റ്റൂവും പാലപ്പോ. ഞങ്ങള് കിടങ്ങി പരിശ്രമിച്ച് അതൊക്കെ പഠിച്ചെടുത്തേന്ന് പറഞ്ഞപ്പോ ഭയങ്കര ചിരി. അപ്പൊ പിരളൻ ഉണ്ടാക്കിയിട്ട് പറ്റണില്ലാന്ന്.